Trivandrum Corporation Councillor Sri V. Subhash, Goa Congress Committee Vice President Sri Padirapalli Ramesh, Mandalam Congress Committee President Sri Panepalli Hari, എഴുതിയിരിക്കുന്ന കൂരിട്ടുമുള്ള ഷിബു, പ്രദീപ്, മറ്റെന്ത് ബന്ധവരായ സ്നേഹിത സുഹൃത്തുക്കളെ, ഒരു 30-35 വർഷമായിട്ട് ഈ കുടുംബവുമായിട്ടൊരു ആത്മബന്ധം എനിക്കുണ്ട്. അതുപോലെ തന്നെ പ്രശാന്തിനെ എൻ്റെ അടുത്തൊരു പ്രത്യേക സ്നേഹം, പ്രമോദിനേക്കാൾ എൻ്റെ അടുത്ത് സ്നേഹമുള്ള പ്രശാന്തിനായിരുന്നു. പക്ഷെ എന്തോ പുള്ളി അകാല നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. ഊരിട്ടമ്പലം ശിവ പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ അനുസ്മരണം ഇന്നിവിടെ കൂടിയതിലും വളരെ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ശ്രീ പ്രശാന്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സുഭാഷ് കൗൺസിലർ, അതുപോലെ തന്നെ ഇവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നമുക്കറിയാം, ഞാനും ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 10-15 വർഷം മുമ്പ് പ്രമോദ് സാറുമായിട്ട് പരിചയപ്പെട്ടുവെങ്കിലും കുറച്ച് കൂടുതൽ അടുത്ത് ഇടപഴകിയത് ഒരു 2-3 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷെ ആ സമയത്തെല്ലാം പിന്നെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സാർ എപ്പോഴും ആശുപത്രിയിൽ തന്റെ ചേട്ടന്റെ ചികിത്സാർത്ഥം പോകുമായിരുന്നു. കാരണം പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങൾക്കും കിട്ടാതെ ചേട്ടനോടൊപ്പം ആയിരിക്കാൻ ആശുപത്രിയിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും, എനിക്ക് തോന്നുന്നു ഒത്തിരി നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കാരണം നമുക്കറിയാം ആശുപത്രി ചിലവുകളൊക്കെ സാറ് പലതരത്തിലുള്ള ലോണുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്ത് അതിന് വളരെ കുടുംബത്തോടൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ചേട്ടന്റെ കാര്യങ്ങൾ നോക്കുവാനും, അത് കഴിഞ്ഞിട്ട് ചേട്ടന്റെ മരണത്തിൽ, കാരണം നമുക്ക് അറിയാം സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന മരണത്തെക്കാളുപരി വളരെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അറ്റാച്ച്മെന്റ് കൂടുതലായിരുന്നത് കൊണ്ട് തന്നെ മരണത്തിൽ വളരെയധികം വിഷമ ഉള്ള വ്യക്തിയുമായും കാണപ്പെട്ടു. നമുക്കറിയാം, ഇന്ന് ഞാൻ ഒരു വളരെ വിഷമമുള്ള ഒരു വാർത്തയും കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം നമ്മുടെ നെടുമങ്ങാട് കൊപ്പത്ത് തന്നെ ഒരു കടയിലേക്ക് ബസ്, വെമ്പായത്ത് അതന്നെ വെമ്പായത്തിനടുത്ത് കൊപ്പത്ത് ഒരു ബസ് അവിടെ കടയിലേക്ക് പാഞ്ഞിടിച്ച് കയറി അവിടെ നിന്ന് ആള് തൽക്ഷണം മരണപ്പെട്ടു. കാരണം അദ്ദേഹം അറിഞ്ഞിട്ടോ ഒന്നുമല്ല, അവിടെ ഇരുന്നു ആ ബസ് കയറി മരണപ്പെട്ടു. അപ്പൊ മരണം എപ്പോഴാണ് എങ്ങനെയാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, എപ്പോഴാണ് എവിടെയാണെന്നുള്ളത്. അപ്പൊ അത് ജനിച്ചാൽ ഒരു മനുഷ്യൻ എപ്പോഴും ഒരു ദിവസം മരിച്ചേ മതിയാകും. എന്തായാലും ആ മരണം പിന്നെ എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ ആ പ്രശാന്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പില് അദ്ദേഹത്തെ നാളേക്കും അറിയപ്പെടുന്ന തരത്തില് മറ്റുള്ളവരുടെ മുമ്പില് അദ്ദേഹത്തിന്റെ നന്മകൾ എന്നും ഉണ്ടാകത്തക്ക രീതിയിൽ നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി കുറച്ച് സഹായങ്ങളും ഇവിടെ അദ്ദേഹം നമ്മുടെ പ്രമോദ് സാർ കുടുംബവും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതില് എല്ലാവിധ നന്മകളും അർപ്പിച്ചുകൊണ്ട് ഈ പിന്നെ പ്രശാന്തിനോടുള്ള പ്രത്യേക പ്രാർത്ഥനയും അദ്ദേഹത്തിനോടുള്ള ആത്മശാന്തിക്കായി നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി. ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ വാർഡ് കൗൺസിലർ ശ്രീ സുഭാഷേട്ടൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, ബന്ധുമിത്രാദികളെ, പ്രമോദിന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ പ്രശാന്തിനെ അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ ചികിത്സയും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് നല്ലൊരു അടക്ക ശുശ്രൂഷയും നൽകിയ ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ 2 വർഷവും നമ്മുടെ സമൂഹത്തിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ശ്രീ പ്രമോദ്. അദ്ദേഹം ആമുഖമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ജ്യേഷ്ഠന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. ഇന്ന് സഹോദര സ്നേഹം അന്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കണ്ടാൽ വെറുപ്പും വിദ്വേഷത്തോടുകൂടി മാത്രം നോക്കി നിൽക്കുന്ന സഹോദരങ്ങൾക്ക് ഒരു പാഠമായിരിക്കട്ടെ ഈ സ്നേഹവും ആത്മബന്ധവും എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹം, അദ്ദേഹത്തിന്റെ ഓർമ്മകളും നമുക്ക് അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട്
അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ എല്ലാവിധ അശ്രുപുഷ്പങ്ങളും അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രമോദിന്റെ നല്ല പടയോട്ടത്തിൽ പങ്കാളിയാകുവാൻ ഞാനും ഞങ്ങളുടെ സഹപ്രവർത്തകരും ഒപ്പമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അനുശോചന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സുഭാഷ് ഏട്ടൻ, കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റ് സുഭാഷ്, പിന്നെ മറ്റുള്ളവരുടെ പേരൊന്നും പറയുന്നില്ല, എല്ലാവരും പേര് പറഞ്ഞതായിട്ട് അംഗീകരിക്കുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാമെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇവിടെയാണ് ജനിച്ചു വളർന്നത്. അന്നുപോലും മരിക്കുന്നവര് ആളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നെ പ്രമോദ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തിക്കപ്പെടാൻ മാത്രമല്ല, ഒരു ബൂത്ത് സമ്മേളനത്തിന് ഞാൻ ഒരിക്കൽ ഇവിടെ ഞാൻ ഗൾഫിലായിരുന്ന ലീവിന് വരുന്ന സമയത്ത് ഒരു ചാക്ക് അരിയും മറ്റു കാര്യങ്ങളും എടുത്ത് ഇവിടെ എല്ലാവരെയും വിളിച്ചുകൂട്ടി നല്ലൊരു പരിപാടി ജീവകാരുണ്യ പ്രവർത്തിച്ചത് ഞാൻ കണ്ടതാണ്. അപ്പം ഇത് ഒരു മാതൃകയാവണം. ഏത് നമ്മുടെ ഈ ദേശത്തിന് ഇതൊരു മാതൃകയാണ്. എല്ലാവരും അതേ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കുടുംബത്തോട് ആ വേർപാടിന്റെ വേദന എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രമോദ് സാറ് ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഇവിടെ കൗൺസിലർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് DCC മെമ്പർമാര്, അധ്യാപക സംഘടനയുടെ നേതാക്കളെ, നേരത്തെ മത്സരിച്ച കൃഷ്ണകുമാറാണ്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറി, വളരെ പ്രിയമുള്ളവരെ, പ്രശാന്തിന്റെ രണ്ടാമത് ജന്മദിനമാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത്. പ്രശാന്തുമായിട്ട് വളരെ വൈകാരികമായ ബന്ധമുണ്ട്. പ്രമോദ് സാറും ഞാനൊക്കെ 10, 25, 30 വർഷത്തെ ഒരു ആത്മബന്ധമുണ്ട്, സുഹൃത്ത് ബന്ധമുണ്ട്. ആ സുഹൃത്ത് ബന്ധത്തില് ഞങ്ങള് ഇപ്പൊ പ്രമോദ് സാറിന്റെ കുടുംബാംഗം പോലെ ഏതൊരു ആവശ്യകത നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും സാറിന്റെ വീട്ടിൽ വന്ന് സാറിനോടൊപ്പം നമ്മള് കൊടുക്കും. അപ്പൊ പ്രമോദ് സാറും പ്രശാന്ത് എന്ന് പറയുന്നത് സഹോദരങ്ങളല്ലായിരുന്നു, അവരുടെ സുഹൃത്തുക്കളായിരുന്നു. ആ വേർപാടില് അനുശോചനം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ഒരാള് മൺമറിഞ്ഞ് പോകുമ്പോൾ മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കീഴ്പ്പെടേണ്ട ആൾക്കാരാണ്. പക്ഷേ അതിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ, നന്മ പ്രവർത്തനങ്ങൾ നടത്തി നമുക്ക് മാതൃകയായി കാണിക്കുന്ന പ്രമോദ് സാറിനെ ഒരിക്കലും പറയാൻ കഴിയില്ല. ഈ അവരുടെ കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ ആത്മശാന്തി, ഹൃദയശാന്തി നേർന്നുകൊണ്ട് കുടുംബത്തിന്റെ ദുഃഖത്തിൽ കൂടെ പങ്കുചേർന്നുകൊണ്ട് ബഹുമാന യോഗത്തിന്റെ അധ്യക്ഷൻ, വാർഡ് കൗൺസിലറുമായ കോൺഗ്രസിന്റെ DCC അംഗവുമായ സുഭാഷ് സുഹൃത്ത്, മറ്റ് ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, എൻ്റെ ജ്യേഷ്ഠന്മാരെന്നുള്ള നിലയിലാണ് ഞാൻ പ്രശാന്തിനെ കണ്ടിട്ടുള്ളത്. വളരെ ദുഃഖത്തിലച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മം വെച്ചൊരു ഒരു വിളയാട്ട് നടത്തുന്ന ഒരു പ്രവണത പ്രശാന്തിനുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ഈ മരണത്തിൽ വളരെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളെന്നും ഇപ്പോഴും ആ പടം കാണുമ്പോഴും ഞാൻ സ്നേഹത്തോടുകൂടി എൻ്റെ കുട്ടികളെ ആ സ്മരണ ഞാനും നിങ്ങളിൽ പങ്കാളിയാകട്ടെ എന്ന് ഈശ്വരനോട് ശ്രമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.